യെസ്, റജി, എൻ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണ് എന്ന് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും പറഞ്ഞിട്ടുണ്ട്. അത് വാസ്തവമാണ്. പിന്നെ എങ്ങനെ അവർ അവരുടെ ആ അഭിപ്രായം മാറ്റി? നോക്കൂ, ഇന്ന് എം വി ഗോവിന്ദൻ പറയുകയാണ്, അതായത് പി ശശിക്കെതിരെ അൻവർ ആദ്യം നൽകിയ പരാതിയിൽ പി ശശിക്കെതിരെ പരാമർശം ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ പരാതിയിൽ പി ശശിയെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൽ പാർട്ടി അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അന്വേഷണം പാർട്ടി നടത്തുമ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ പറഞ്ഞത്? പി ശശിയെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു കാരണവശാലും അദ്ദേഹത്തെ തള്ളിപ്പറയാൻ പറ്റില്ല, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ സാധിക്കില്ല എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു ഭാഗത്ത് പാർട്ടി അന്വേഷണം നടക്കുമ്പോഴെങ്ങനെയാണ് മുഖ്യമന്ത്രി ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത്, ക്ലീൻ ചിറ്റ് നൽകുന്നത്? അതെങ്ങനെയാണ് മനസ്സിലാവുന്നില്ല. ഇത് പരസ്പരം പൊരുത്തപ്പെടുന്നില്ലല്ലോ റജി. നിങ്ങൾ 4 പേര് ഞാൻ ഒറ്റയ്ക്കുള്ള സമയം അനുവദിക്കണം, പ്രൊപ്പോഷണേറ്റ് ആയിട്ടൊന്നും വേണ്ട. ഇവിടെ ആദരണീയരായ പാനലിസ്റ്റുകളാണ് എന്നോടൊപ്പം ഇരിക്കുന്നത്. എന്റെ ബഹുമാന്യ സുഹൃത്ത് ജയേന്ദ്ര മാഷി ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ 2 വാക്കുകൾ വളരെ കൗതുകമായി. അദ്ദേഹം അൻവറിനെ ബാനോട് കൊടുത്ത് തുടങ്ങിയെങ്കിൽ അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞു കൊടും ക്രിമിനലാന്ന് പറഞ്ഞു. PB അൻവർ കൊടും ക്രിമിനലാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ജയേന്ദ്ര മാഷിനോട് എനിക്കൊരു കണക്ക് പറയാനുണ്ട്. ഈ അൻവർ ഉയർത്തിയ ഏറ്റവും വലിയ ഭയാനകമായ ഒരു ആരോപണം എന്ന് പറയുന്നത്, ആദ്യഘട്ടങ്ങളിലൊക്കെ ഉയർത്തിയ ആരോപണം എന്ന് പറയുന്നത്, മലപ്പുറം ജില്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളുള്ള ജില്ലയായിട്ട് 3.5 വർഷം കൊണ്ട് സുജിത് ദാസ് എന്ന് പറയുന്ന SP മാറ്റി എന്നാ പറഞ്ഞത്. അതായത് മലപ്പുറം ജില്ലയിലെ 2 പേരെ പിടിച്ചു കഴിഞ്ഞ 4 കേസ്. അപ്പൊ ഒരു ക്രിമിനൽ ജില്ലയായിട്ട് ഇന്ത്യയിൽ മാറ്റിയെടുക്കാനായിട്ടുള്ള ദുരിതപരമായിട്ടുള്ള നടപടികളാണ് നടന്നത്. അത് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആരോപണം. ആ ആരോപണത്തിന് 2 ദിവസമായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കണക്ക് പറയാം ജയേന്ദ്ര മാഷിന്റെ അടുത്ത്. അത് എല്ലാവരെയും ആലോചിച്ചപ്പെടുത്തി ഒരു പ്രത്യേക സമൂഹത്തിനെ ഇന്ത്യ മുഴുവനും നാറ്റിക്കാനുള്ള അവമാനിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ധ്വനി അദ്ദേഹം കൊണ്ടുവന്നത്. ഇപ്പൊ തന്നെ വിവരാവകാശ രേഖ പുറത്തു വന്നിരിക്കുന്നത് 2022-2023 സാക്ഷാൽ സുജിത് ദാസ് SP ആയിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. 83,800 കേസുകൾ. ആദ്യത്തെ 10 ജില്ല എടുത്താൽ ഏറ്റവും പുറയിലാണ് ഈ മലപ്പുറം ജില്ല. കോഴിക്കോടിനും എറണാകുളത്തിനും എന്തിനധികം പാലക്കാടിനും ആലപ്പുഴയ്ക്കും ഒക്കെ പിന്നിലാണ്. എത്രയാണ് അവിടുത്തെ ക്രിമിനൽ കേസുകളുടെ എണ്ണം? കേവലം 22,000 കേസുകളുണ്ട് മലപ്പുറം ജില്ലയില്. ഞാൻ പോലും ഒരു ചർച്ചയിൽ പറഞ്ഞു, അൻവർ ഉയർത്തി 12,000 കേസുകൾ മാത്രം ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയെ സുജിത് ദാസിന്റെ ദുഷ്ടബുദ്ധി കൊണ്ട് അത് ക്രിമിനൽ ജില്ലയെന്ന് അറിയിക്കാൻ വേണ്ടി 46,000 കേസായിട്ട് വർദ്ധിച്ചിരിക്കുന്നു 3 മാസം കൊണ്ട്. അല്ലെ 3 വർഷം കൊണ്ട്. ഇപ്പോൾ വസ്തുത പുറത്തു വന്നില്ലേ? അപ്പൊ ഇത്തരം പച്ച നുണകളുടെ ആരോപണങ്ങളാണ് തന്നെ ജയിപ്പിച്ച് നിയമസഭയിൽ കയറ്റി ആ പാർട്ടിക്കും സർക്കാരിനെതിരെ ഈ മനുഷ്യൻ ഉയർത്തിയത്. നിങ്ങൾക്ക് ആർക്കും തർക്കിക്കാൻ പറ്റുമോ? കഴിഞ്ഞ 4 ദിവസമായിട്ട് പത്രസമ്മേളനത്തിൽ ഇത് മിണ്ടുന്നില്ല. കാരണം അറിയാം, വിവരാവകാശ രേഖ പുറത്തുവിടും. ഞാൻ ഇതിനു മുമ്പ് ചാനലിൽ അത് പറഞ്ഞതാ. അപ്പോൾ ഇങ്ങനത്തെ നുണകൾ മാത്രം പറയുന്ന ഒരു വ്യക്തി, വസ്തുതകൾ എന്താ? അപ്പൊ ചോദിക്കും നിങ്ങൾ എന്തിനാ അങ്ങനെ കൊണ്ടുവരണമെന്ന് ചോദിക്കും. അതിന് മറുപടി ഉണ്ട്. ഇവിടെ പ്രിയപ്പെട്ട ശ്രീകുമാർ സാർ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ലോലപ്പൻ തമ്പാടിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അങ്ങനെ പലരുടെയും കാര്യങ്ങൾ പറഞ്ഞു. സെബാസ്റ്റ്യൻ പോളിനെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു. അവരാരും ഈ സമൂഹത്തിൽ ഒരു ദ്രോഹവും ചെയ്തിട്ടുള്ള ആൾക്കാരല്ല. ആരെയെങ്കിലും ഇടതുപക്ഷം കൊണ്ടുവന്ന് സ്വതന്ത്രമായിട്ട് നിർത്തിയാൽ അവർക്ക് ഏതെങ്കിലും ഒരു പേര് കാണുമല്ലോ. അതിന്റെ പേരൊന്നും വർണ്ണിക്കരുത്. നിങ്ങൾ കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഗുരുതരമാണെന്ന് പറഞ്ഞത് TP രാമകൃഷ്ണനും MV ഗോവിന്ദൻ മാസ്റ്ററുമാണ്. അതിലേക്ക് വരുന്ന അനിൽ നമ്പ്യാരെ, അതിലേക്ക് തന്നെ അത് ക്ലിയർ ആക്കിയിട്ട് ഞാൻ ചർച്ച ഈ സെഷൻ ഞാൻ അവസാനിപ്പിക്കുന്നത്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. നിൽക്കൂ. നിങ്ങൾ കഴിഞ്ഞ തവണ KT ജലീലിനെതിരെ നിർത്തി സ്ഥാനാർത്ഥി ആരായിരുന്നു? കേരളം മുഴുവനും മൂക്കത്ത് വിരൽ വെച്ചില്ലേ? ചാരിറ്റി തട്ടിപ്പെടുത്തി കുപ്രസിദ്ധനായ ഒരു വ്യക്തിയെ നിങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയാക്കിയില്ല. അതോടുകൂടി നിങ്ങളുടെ പാർട്ടിക്ക് ഒരു 10 സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളാണോ സമന്വിതരായ വ്യക്തിത്വങ്ങൾക്ക് സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചതിനെ കുറിച്ച് ഈ രീതിയിൽ പറയുന്നത്? ഇനി TP രാമകൃഷ്ണനും ഗോവിന്ദ മാഷും പറഞ്ഞതിനെ കുറിച്ച് പറയാം. ഗോവിന്ദ മാഷ് മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി പോലും പരിഗണിച്ചു അദ്ദേഹത്തിന്റെ പരാതിയെ. അതിന്റെ പേരിലാണല്ലോ പോലീസുകാർക്ക് നടപടി വന്നത്. അതിന്റെ പേരിലാണല്ലോ അന്വേഷണത്തിന് ദ്രുതഗതിയിൽ ഓർഡർ കൊടുത്തത്. അതിന്റെ പേരിലാണല്ലോ വിജിലൻസ് അന്വേഷണം മറ്റൊരു അന്വേഷണം നേരിടുന്നത് ആ മനുഷ്യൻ. അത് കൂടാതെ തന്നെ ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞേ? ഇന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു വാക്യമുണ്ട് ഡൽഹിയിൽ നിന്ന്. എന്താ?
അനിൽ നമ്പ്യാർ അത് കേട്ടല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? പത്രക്കാർ ചോദിച്ചു പി ശശിയെ കുറിച്ചുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ടോ, എന്തുകൊണ്ടാണ് അങ്ങനെ? അത് ഞങ്ങൾ അതും അന്വേഷിക്കുന്നുണ്ട്, അത് ഞങ്ങളുടെ പാർട്ടി അന്വേഷിക്കേണ്ടതാണെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ നേരത്തെ ചോദിച്ചു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് മാതൃകാ പുരുഷനായി കണ്ടല്ലോ എന്നുള്ളത്. അല്ല റെജി ഒറ്റ കാര്യം, ഒരു സംശയം, ഈ പി ശശിയെ എന്തിനാ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? പി ശശിയുടെ പേരിൽ ഒരു കോടതിയും ആ ആരോപണത്തിന്റെ പേരിൽ ഒരു നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ എന്തെല്ലാം ആരോപണങ്ങൾ ഇവിടെ ഇന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞത് പി ശശിക്കെതിരെ ലൈംഗിക ആരോപണം ഇല്ലാന്നാ പറഞ്ഞത്. ഇല്ലെന്നേ. അപ്പൊ പിന്നെ എന്തിനാ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? ലൈംഗിക ആരോപണം ഉള്ളതുകൊണ്ടല്ലേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? ഞങ്ങളുടെ പാർട്ടി പുറത്താക്കിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ബ്രാഞ്ചിലേക്ക് മാറ്റുമായിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഹി വാസ് എക്സ്പെൽഡ്. നോ, ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു പുറത്താക്കുന്നത്. അതാണ് അനിൽ നമ്പ്യാർ നാട്ടുകാരനാണ് ഈ മനുഷ്യൻ, എനിക്കറിയാൻ വ്യക്തമായിട്ട്. അതൊന്നും പറയാം, അങ്ങനെയൊന്നും പറയണം. എനിക്ക് അടുത്തറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഗോവിന്ദ മാഷ് ഇന്ന് പച്ചക്കള്ളല്ലേ പറഞ്ഞത് മാധ്യമപ്രവർത്തകർ. എന്നെ കൊണ്ട് സംസാരിക്കാൻ എന്നെ ആ പറഞ്ഞ സമയം കിട്ടുള്ളൂ. അതിലെ പതിവ് ശൈലി എടുക്കരുത്. നന്നായിട്ട് ചർച്ച പോണത് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് ഈ ചർച്ച. അതുകൊണ്ട് തന്നെ തുറന്നൊക്കെ പറയാം. വെറുതെ എന്തിനാണ് വെറുതെ സമയങ്ങൾ ഇനി പുറത്താക്കി നിങ്ങൾ പറഞ്ഞ് ഞാൻ വിശ്വസിച്ചേക്കാന്നേ. വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഏതെല്ലാം പാർട്ടിയിൽ ആരെയാണ് പുറത്താക്കുന്നു? അന്വേഷണത്തിൽ, പ്രാഥമിക അന്വേഷണത്തിൽ ഉത്തരവാദിത്തമുള്ള ജനകീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ആ സഖാവിനെ എനിക്ക് വയനാട് മന്ത്രിസഭയുടെ കാലത്ത് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു. അദ്ദേഹത്തിനെ തരംതാഴ്ത്തി അല്ലെ പുറത്താക്കി. അല്ല ഞാനിത് പൂർത്തീകരിക്കുന്നത് പ്ലീസ്. അദ്ദേഹത്തിനെ തിരിച്ചെടുത്തു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഒരു വാക്കാണല്ലോ നിങ്ങൾ പിടിച്ച, അതിനല്ലേ മറുപടി വേണ്ടേ? പി ശശി എന്ന് പറയുന്ന സഖാവ് മുഖ്യമന്ത്രി അപ്പോയിന്റ് ചെയ്തതല്ല, കേരളത്തിലെ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തിനെ പാർട്ടിയാണ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ആ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വീക്ഷിച്ചിട്ട് അദ്ദേഹം മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ബോധ്യമുള്ളതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങൾക്ക് എന്താ അതുകൊണ്ട് ദഹനക്കുറവ്? അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അദ്ദേഹത്തിന്റെ കൃത്യതയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പുകഴ്ത്തി. അതൊരു കോമൺ ഫാക്ടർ അല്ലേ? അതിന് നിങ്ങൾ എന്തിനാ മാനസിക വിഷമം വിചാരിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനെതിരെ ഒരു MLA ആരോപണം ഉന്നയിച്ചപ്പോൾ ഞങ്ങൾ അതും അന്വേഷിക്കുന്നെന്ന് പറഞ്ഞു. ഇന്ന് ഗോവിന്ദ മാഷ്, TP രാമകൃഷ്ണൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞു, ഗോവിന്ദ മാഷ് പറഞ്ഞു മുഖ്യമന്ത്രി പരിഗണിച്ചു ആരോപണങ്ങൾ. ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞേ? ഇത് ഗൗരവമുള്ള ആരോപണങ്ങളാണ്. അതെ, ആ ഗൗരവമുള്ള ആരോപണം എന്ന് തോന്നിയോണ്ടല്ലേ ഈ അന്വേഷണം നടന്നത്. ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യുകയും ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തത്. വിജിലൻസ് അന്വേഷണത്തിന്റെ പേരിൽ പ്രഖ്യാപിച്ചത് അനിൽ നമ്പ്യാർക്ക് അറിയാമല്ലോ. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ അനിൽ നമ്പ്യാർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങള് അൻവറെ പാടി പൊളിച്ച് മുകളിലേക്ക് വെച്ചിരിക്കുക. നിങ്ങൾ നാളെ അല്ല മറ്റന്നാളെ അയാളെ അതേപോലെ താഴെ വീഴിക്കും. കാരണം എന്താ അറിയോ? 8 വർഷമായിട്ട് 5 വർഷക്കാലം ഞാനല്ല പാടി പൂഴ്ത്തിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അൻവറിന്റെ ഒരു പോസ്റ്റ് താഴെ ഏറ്റവും കൂടുതൽ ലൈക്ക് അടിക്കുന്നതും അൻവർ എന്തൊക്കെ ഉന്നയിക്കുന്നു അതൊക്കെ ഏറ്റുപിടിക്കുന്നു ആരെ? സൈബർ സഖാക്കളാണ് സാർ. റെജി ഉൾപ്പെടെയുള്ളവരെ ലൈക്ക് അടിച്ചിട്ടില്ലേ? അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ലേ അവിടെ പോയി? അത് വളരെ കൃത്യമല്ലേ? അപ്പൊ അങ്ങനെ ഒരാൾ പിണറായിയെ വിമർശിക്കുമ്പോൾ എങ്ങനെയാണ് സാർ അനഭിമതനാകുന്നത്? അദ്ദേഹത്തെ അനഭിമതനാക്കാതെ അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ കഴമ്പുണ്ടോ, ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കല്ലേ വേണ്ടത്? അല്ല, നിങ്ങൾ എങ്ങനെ എത്ര പെട്ടെന്നാണ് അദ്ദേഹത്തെ പുറത്താക്കിയ? ഇപ്പൊ കൊലവിളിയല്ലേ നടത്തുന്നത്? ഗോവിന്ദ മാഷ് പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കയ്യും കാലും വെട്ടി പുഴയിൽ എറിയുന്നൊക്കെ. ആ ഉന്നയിച്ച ആക്ഷേപങ്ങളുടെ നിജസ്ഥിതിയല്ലേ പരിശോധിക്കേണ്ടത്? അദ്ദേഹം ആവശ്യപ്പെടുന്നു അതല്ലേ? അതെന്താ പിണറായിയെ വെല്ലുവിളിച്ച് എന്താ പറഞ്ഞത്? ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, കേരളത്തിലുണ്ട് സത്യസന്ധരായ ഉദ്യോഗസ്ഥരുണ്ട്, അങ്ങനെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു അന്വേഷണം നടത്തുമോ പിണറായി വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഏറ്റെടുത്തില്ലല്ലോ പിണറായി. എന്തുകൊണ്ടാ? ഇന്ന് 3 മിനിറ്റല്ലേ സംസാരിച്ചുള്ളൂ ഡൽഹിയിൽ മാധ്യമങ്ങളോട്. അല്ല, പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് 2 മണിക്കൂർ സംസാരിച്ചു. നിങ്ങളുടെ പ്രതിനിധി ഉണ്ടായിരുന്നു അവിടെ. 2 മണിക്കൂർ പതിവില്ലാണ്, 2 hours. അദ്ദേഹം പറഞ്ഞു എനിക്കൊരു തിരക്കില്ലെന്ന് പറഞ്ഞു. ഇത് രണ്ടാമത്തെ കാര്യം, അൻവർ കൊടുത്ത പരാതികളുടെ അന്വേഷണത്തിലല്ല ഇത്, എൻക്വയറീസ് ആയി ഗോയിങ് ഓൺ. അപ്പോൾ നിങ്ങൾ എന്തായി പറയുന്നത്? അൻവറിനെ ആ രീതിയിൽ ഒരിക്കലും അവഗണിച്ചിട്ടില്ല. അൻവറാണ് സ്വയം പാത വെട്ടി ഏതെങ്കിലും ഒരു ഭീഷണിയുടെ പുറത്തോ അല്ലെങ്കിൽ ആരെങ്കിലും റിമോട്ടിലൂടെ വർക്ക് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്ന വിവരക്കേട് അതിനെ ചോദ്യം ചെയ്യണ്ടേ? പിന്നെ നേരത്തെ ചോദിച്ചില്ലേ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച്? ഫേസ്ബുക്ക് പോസ്റ്റ് സഖാക്കളെ വാരി വലിച്ച് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു അദ്ദേഹത്തിന്റെ നിലപാടിൽ.
ട്രായ്ക്ക് തെറ്റിയപ്പോ അത് മാറി. ഇപ്പൊ നിങ്ങൾ നോക്കൂ, 20,000 30,000 ഉള്ള ലൈക്ക് ഇപ്പൊ 2,000 എന്റെ പ്രിയപ്പെട്ട റെജി ലൂക്കോസെ, അൻവറിന്റെ പശ്ചാത്തലം നിങ്ങൾക്കൊക്കെ അറിയാലോ. നിങ്ങൾ ഈ അദ്ദേഹത്തെ ഈ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചപ്പോൾ തന്നെ അൻവർ ആരാണ്, അയാളുടെ സ്വഭാവം എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ. ആ ഒരു പശ്ചാത്തലം, അൻവറിന് വിദേശത്ത് വലിയ വ്യവസായമുണ്ട്, ആ വ്യവസായത്തിൻ്റെ സ്വഭാവം എന്താണ്, അപ്പം മാത്രമല്ല അൻവർ സ്ഥിരമായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണെന്നൊക്കെ അറിഞ്ഞ സമയത്ത് അദ്ദേഹത്തെ അയ്യോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അൻവറാണ് നമ്മുടെ എല്ലാം എന്ന് ആവർത്തിച്ച് പറഞ്ഞ സൈബർ സഖാക്കന്മാർ റെജി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അൻവറിനെ ഇതാ വലിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കൈയും കാലും വെട്ടുന്നൊക്കെ ഇനി കേരളം കാണേണ്ടി വരുമോ എന്നുള്ളതാണ്. അപ്പം നോക്കൂ, നിങ്ങളുടെ ആ നയവ്യതിയാനം നോക്കൂ. നിങ്ങൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത, ഇത്രയും കാലം നിങ്ങൾ എല്ലാ പിന്തുണയും കൊടുത്ത ആളെ പെട്ടെന്ന് നിങ്ങളങ്ങ് വലിച്ചെറിയാണ്. ആ ചോദ്യം മനസ്സിലായി മറുപടി കേൾക്കൂ. അതായത് കോടാനുകോടി 50, 60, 60,000, 50,000 കോടികൾ വെട്ടി ഈടിയുടെ ഭീഷണി നിൽക്കുന്നവരെ നിങ്ങളുടെ പാർട്ടിയിൽ എടുത്തിട്ട് വിശുദ്ധരാക്കി ചരിത്രം മാത്രമുള്ള ഒരു പാർട്ടിയാ BJP RSS. ആ നിങ്ങൾക്ക് ലജ്ജയില്ല ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാനായിട്ട്? പേരുകൾ കേൾക്കണോ? ഈ രാജ്യത്തിന്റെ 2.25 ലക്ഷം കോടി രൂപ തട്ടിപ്പ് നടത്തിയ 12 പേര്, അതിൽ 15 ഗുജറാത്തികളും ഒരു കർണാടകക്കാരനെയും രാജ്യപ്പണം അനുവദിച്ചിട്ട് ഒരുത്തരെ പോലും തിരിച്ചു കൊണ്ടുവരാതിരുന്ന നിങ്ങളുടെ പാർട്ടിയാണോ ഞങ്ങളോട് ചോദിക്കുന്നത്? ചക്കയെ കുറിച്ച് ചോദിക്കുമ്പോൾ ചുക്കിനെ കുറിച്ച് മറുപടി പറയാതെ പ്ലീസ്. ഞാൻ അൻവറിനെ കുറിച്ചല്ലേ ചോദിച്ചത്. പ്ലീസ്, ഇങ്ങോട്ട് ആരോ അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. അതെന്ത് നയമാണ് അനിൽ നമ്പ്യാരെ? അരി എത്രയാന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയാതെ അൻവറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അൻവറിനെ കുറിച്ച് മറുപടി പറയൂ. ഈ രാജ്യത്ത് നടന്ന കാര്യങ്ങളല്ലേ? അല്ല പയറഞ്ഞാണിന്നാണോ? ഞാനൊരു പയറഞ്ഞാണിന്ന് നിങ്ങളാ പറയുന്നത്. ക്രിമിനൽ പശ്ചാത്തലം ഉള്ള ഒരു കരിനിഴലിൽ നിൽക്കുന്ന ഒരാൾ, പിന്നെ കളങ്കിതനായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെയാണ് നിങ്ങൾ ഇത്രയും കാലം ചുമന്നു കൊണ്ടുവരുന്നത്. ഇപ്പോഴല്ല, 2 ദിവസം കൊണ്ടല്ലല്ലോ 2 ദിവസം കൊണ്ടല്ലല്ലോ അൻവർ ഒരു കള്ളക്കടത്തുകാരനാണെന്നോ അല്ല ഇദ്ദേഹത്തിന് പിന്നെ സ്വർണ്ണക്കടത്ത് പങ്കുണ്ടെന്നോ നിങ്ങൾ 2 ദിവസം കൊണ്ടല്ലല്ലോ അറിയുന്നത് ഈ സത്യങ്ങളൊക്കെ. ആണോ റെജി? അല്ലല്ലോ. അനിലേ, ഒറ്റയ്ക്ക് ഒരു 10-15 സെക്കൻഡ് കിട്ടിയാൽ മതി. കോടാനോടി തട്ടിപ്പ് നടത്തി രാജ്യത്തിന്റെ പൊതുമുതൽ കൊള്ളയടിച്ച രാജ്യദ്രോഹികളായവരെ ട്രെയിൻ കയറ്റി 2, 3, 4 പോയിന്റിലെ കൊണ്ടുപോയി ഡൽഹി കൊണ്ടുപോയി വിശുദ്ധ വേഷം അണിയിച്ച നിങ്ങളോട് ഒരു മറുപടി പറയാതെ ഞാൻ അടക്കത്തില്ല. ഞാൻ ആരെയും കൊണ്ടുപോയിട്ടില്ല റെജി. ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. ആരെയും കൊണ്ടുപോയിട്ടില്ല. അനിലത് പൊള്ളും. ഞങ്ങൾ അതൊക്കെ പഠിച്ചിട്ടാണ് ഈ പാനലുള്ള എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട ജയേന്ദ്ര ഭാഷക്ക് അറിയാം, ശ്രീകുമാർ സാറിന് അറിയാം, രാംകുമാർ സാറിന് അറിയാം, ഏതൊരു കാണുന്ന രാംകുമാർ സാറിനും അറിയാം. പിന്നെ നിങ്ങൾക്ക് സബ്ജക്ട് ഇല്ലാത്തതിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, നാളെ അല്ല മറ്റന്നാള് നിങ്ങൾ ഈ അൻവറിനെ ഉപേക്ഷിക്കും, നിങ്ങൾ വേറെ സബ്ജക്റ്റിലേക്ക് പോകും. അത്രേ നിങ്ങൾക്ക് അൻവർ ഉള്ളൂ. ഓക്കെ.